കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് ഒത്തിരിയേറെ എൻട്രൻസുകൾ എല്ലാം ഇന്റർവ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈശോയെ. ജോലിക്കായാലും പഠനത്തിനായാലും ഇന്റർവ്യൂവിൻ്റെ കൂടെ കർത്താവ് കുറേ ആശയോടും പ്രതീക്ഷയോടും കൂടി ഇന്റർവ്യൂവിൻ്റെ ടെസ്റ്റ് എങ്ങനെയെങ്കിലും കർത്താവ് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം വന്നു, എന്നാലും ദൈവമേ നീ വിചാരിച്ച എന്നെ താങ്ങി നിർത്താൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നവർക്ക് നിന്റെ സാന്നിധ്യം കൊടുത്തവർ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. എൻ്റെ കർത്താവെ, ചെറിയ കമ്പോളങ്ങളൊക്കെ കടകളൊക്കെ നടത്തുന്നവർ ഈശോയെ വല്ലാതെ വലയുന്നുണ്ട് ഈശോയെ. അവർക്ക് ഒന്നും അതിനകത്ത് കിട്ടണില്ല, പക്ഷെ കടങ്ങളാണ് വരണത്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാലാതെ വിഷമിക്കുന്നുണ്ട് ഈശോയെ. അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ട് ഈശോയെ. അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പടി എടുത്തിട്ടുണ്ട് മകനെ, മാതാവ് നമ്മൾ സന്ദർശിക്കുമെന്നാണ്. ആ ഒരു ഒറ്റ ആശ്രമമുള്ള അമ്മേ, അതെല്ലാം മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപാസ ആൾക്കാരെ ജീവരുടെ പ്രത്യക്ഷോട് മാതാവ്, സഞ്ചാരി മാതാവ് ആ മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.